നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ദിവസവും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉറക്കം നടിച്ച് കിടന്ന ലിവർപൂളിനെ പറ്റിയും അതുപോലെ തന്നെ ബാർസലോണയെ പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഫുട്ബോൾ ആശാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിവർപൂളിൻ്റെ കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലിവർപൂൾ പെട്ടെന്ന് ഇന്നലെ ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു DM പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ എൻഡോയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്ലെയറിനെ കൊണ്ടുവരാൻ വേണ്ടി ലിവർപൂൾ ശ്രമിക്കുന്നുണ്ട്. ലിവർപൂളിൻ്റെ കണ്ണ് ചെന്ന് ഉടക്കിയിരിക്കുന്നത് റയൽ സോസിഡാഡിൻ്റെ സുബി മെൻഡിയുടെ മണ്ടയ്ക്കാണ്. അപ്പോൾ സുബി മെൻഡിയും ലിവർപൂളും തമ്മിലുള്ള ആ ഒരു നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഡീല് കുറച്ച് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഈവൻ റയൽ സോസിഡാഡിന് വരെ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പല ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ബാർസലോണ ശ്രമിച്ചിട്ടുണ്ട്, ബയൺ മ്യൂണിച്ച് ശ്രമിച്ചിട്ടുണ്ട്, ആർസനൽ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു സുബി മെൻഡിയുടെ മനസ്സ് മാറ്റാൻ ഈ ടീമുകൾക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ലിവർപൂളിന് അത് പറ്റുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. അപ്പം നമ്മൾ ലിവർപൂളിൻ്റെ അല്ലെങ്കിൽ സുബി മെൻഡിയുടെ കാര്യത്തിൽ തന്നെ പറയാം. നമ്മൾ സുബി മെൻഡിയുടെ കാര്യം നോക്കിയാൽ സുബി മെൻഡിയുടെ ഒരു റിലീസ് ക്ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 60 മില്യൺ യൂറോസാണ്. ഏകദേശം 52 മില്യൺ പൗണ്ട്സോളം വരും. അപ്പോൾ ആ ഒരു പ്രൈസ് പേ ചെയ്യാനായിട്ട് ഇതിന് മുന്നേ ബാർസലോണ ആയാലും അതുപോലെ തന്നെ ആർസണലായാലും ബയൺ മ്യൂണിച്ചൊക്കെ ആണെങ്കിലും തയ്യാറായിരുന്നു. പക്ഷേ സുബി മെൻഡി എന്ത് ചെയ്തിട്ടും സുബി മെൻഡി ആ ഒരു യെസ് കൊടുക്കാഞ്ഞിട്ടാണ് ആ ഒരു ഡീലുകളൊന്നും നടക്കാഞ്ഞത്. അപ്പോൾ സുബി മെൻഡി ആസ് എ പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിംഗിൾ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് സുബി മെൻഡി. ഗെയിമിൻ്റെ ടെമ്പോയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കലി ഭയങ്കര സ്കിൽഫുള്ളായിട്ടുള്ള സിംഗിൾ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ആ ഒരു ഡിഫൻഡർ. അപ്പോൾ ആ ഒരു മിഡ്ഫീൽഡർ, ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അപ്പോൾ നമ്മൾ സുബി മെൻഡി ശരിക്കും ലിവർപൂൾ ടാർഗറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആർനെ സ്ലോട്ടാണ്. ആർനെ സ്ലോട്ടിൻ്റെ സിസ്റ്റമാണ്. ആർനെ സ്ലോട്ടിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ പുള്ളിയുടെ ഫിലോസഫി കൂടുതലും പുള്ളി അഡ്മയർ ചെയ്യുന്ന പെപ് ഗ്വാർഡിയോളയാണ്. അപ്പം ഗ്വാർഡിയോളയുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലാണ്, ആ ഒരു വിത്ത് ദ ബോൾ അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ഒബ്സഷൻ, ഗാർഡിയോളയുടെ ആ ഒരു കൺട്രോൾ എന്ന് പറയുന്ന ഒബ്സഷൻ, അതിൽ ബിലീവ് ചെയ്യുന്ന ഒരു മാനേജറാണ് ആർനെ സ്ലോട്ട്. അതുകൊണ്ടാണ് എൻഡോയ്ക്ക് പകരം ഇപ്പം അങ്ങനത്തെ കുറച്ചുകൂടെ ടെക്നിക്കലി സ്കിൽഫുൾ ആയിട്ടുള്ള സിംഗിൾ പിവറ്റായിട്ട് കളിക്കാൻ പറ്റുന്ന ഈ ഒരു സുബി മെൻഡിയുടെ പുറകെ അല്ലെങ്കിൽ സുബി മെൻഡിയുമായിട്ട് ഇപ്പം ലിവർപൂൾ ഇത്രയും കൂടുതൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സുബി മെൻഡിയുമായിട്ടുള്ള നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്. അധികം താമസിക്കാതെ ആ ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ സുബി മെൻഡിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ പറ്റും. പെട്ടെന്നാണോ ഈ ഒരു ഡീൽ ഇത്ര ഇൻറ്റൻസ് ആയി? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദ്യം പലരും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫബ്രീസിയോ റൊമാനോ അല്ലെങ്കിൽ ഓൺസ്റ്റീനൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ അങ്ങ് കയറി കൊളുത്തി അങ്ങ് പിടിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സൈനിങ് പുൾ ഓഫ് ചെയ്യാൻ ലിവർപൂളിനോ അല്ലെങ്കിൽ നമ്മുടെ റിച്ചാർഡ് ഹ്യൂഗ്സിനോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് തന്നെയായിരിക്കും. ഇത്രയും നാളുണ്ടല്ലോ ഉറങ്ങിക്കിടന്നിട്ട് ഈ ഒരു പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈനിങ് ആയിരിക്കും. എനിക്ക് ഭയങ്കര പക്ഷേ നമ്മൾ ഒരു യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ യുണൈറ്റഡിന് ഒരിക്കലും അല്ലെങ്കിൽ യുണൈറ്റഡിൽ ടെൻ ഹാഗ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു മിഡ്ഫീൽഡർ അല്ല സുബി മെൻഡി. പക്ഷേ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളത് വേറൊരു ഫാക്റ്റ്. അപ്പോൾ നമ്മൾ ഇനി ബാർസയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ബാർസയുടെ കാര്യത്തിൽ ശരിക്കും ഡാനി ഓൾമോയുടെ ഡീൽ ഓൾമോസ്റ്റ് ഡൺ എന്ന് പറയാവുന്ന സ്ഥിതിയാണ്. അപ്പം അടുത്ത ടാർഗറ്റ്, അവരുടെ ഏറ്റവും മെയിൻ ടാർഗറ്റ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് നിക്കോ വില്യംസ് ആയിരുന്നു. നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റിഗ്രറ്റ് അവർക്ക് എല്ലാവർക്കും ഉണ്ട്, ഫാൻസിന് ഫുള്ളുണ്ട്. ലപ്പോട്ട US നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഒബ്സസ്ഡ് ആണ്. എങ്ങനെയും നിക്കോ വില്യംസിനെ സൈൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലപ്പോട്ട നടക്കുന്നത്. അപ്പോൾ ആ ഒരു ലപ്പോട്ട ശരിക്കും മുണ്ടും മടക്കി കുത്തി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പുള്ളി ഫയൽസും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പുള്ളിയായിരിക്കും ഇനിയും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു നിക്കോ വില്യംസിനെ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ബാർസയുടെ സ്ഥിതി നോക്കിയോ, ബാർസ ആ ഒരു 1:1 സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. ബാർസയ്ക്ക് ആ ഒരു ബാർസ സ്റ്റുഡിയോസിൻ്റെ ഡീലിൽ ആ ഒരു ലിബേറോ പിന്മാറിയപ്പം ഉണ്ടായ ആ ഒരു 40 മില്യൺ യൂറോസിൻ്റെ ആ ഒരു വിടവ്, ആ ഒരു ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്തു. അരാമാർക്ക് എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് ആ ഒരു കാശ് പേ ചെയ്തപ്പോൾ ആ ഒരു 1:1 സിറ്റുവേഷനിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർസയ്ക്കും അതുപോലെ തന്നെ ലപ്പോട്ടയ്ക്കും ഫാൻസിനും എല്ലാം ആ ഒരു കോൺഫിഡൻസ് ഇപ്പം പിന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു നിക്കോ വില്യംസിൻ്റെ സൈനിങ് എത്രയും പെട്ടെന്ന് നടത്തും. അപ്പോൾ അത് രണ്ടും കൽപ്പിച്ച് ലപ്പോട്ട നടത്തും എന്നുള്ള രീതിയിൽ ലപ്പോട്ടയാണ് മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു സംഭവത്തിന് നെഗോസിയേഷനും അല്ലെങ്കിൽ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം ശ്രമിക്കുന്നത്. ലപ്പോട്ടയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ലപ്പോട്ട ഇനി 2026 ആ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷന് നിൽക്കാൻ പോകുന്ന മനുഷ്യനാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് പുള്ളിക്ക് നടത്താൻ പറ്റിയാൽ അത് പുള്ളിക്ക് ഭയങ്കര ഗുണകരമായിരിക്കും. പുള്ളിക്ക് ആ ഒരു അടുത്ത പ്രസിഡൻ്റായിട്ട് തിരിച്ചു വരാൻ ഭയങ്കര ഗുണകരമായിട്ട് പുള്ളിയും അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി മുന്നിട്ടിറങ്ങി മുണ്ടും മടക്കി
കുത്തി പുള്ളി ഇപ്പം രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു സൈനിങ്ങിന് വേണ്ടി. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പം ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ലിങ്ക്സ് യുണൈറ്റഡുമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫ്രാങ്കി ഡിയോങ്ങും യുണൈറ്റഡ് തമ്മിലുള്ള ലിങ്ക്സ് അത്ര ഭയങ്കര ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊന്നും അല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും 35 മില്യൺ പൗണ്ട്സൊക്കെ യുണൈറ്റഡ് ഓഫർ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പക്ഷേ ബാർസയ്ക്ക് ഇനിയും കാശ് വേണം. ബാർസയ്ക്ക് അത്രയും കാശ് പോരാ. ഈവൻ ഫ്രാങ്കി ഡിയോങ്ങിനും അവിടുന്ന് പോരണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. പുള്ളി യുണൈറ്റഡിൽ വന്നാൽ ആ ഒരു വേജ് കട്ടൊക്കെ മേടിച്ച് യുണൈറ്റഡ് വരാൻ തയ്യാറാണ്. ചെറിയ അത്ര വേജസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 600K ഒരു ചിലപ്പം 300K ആക്കുമായിരിക്കും. അത്രയുള്ള വ്യത്യാസം വരത്തുള്ളായിരിക്കും. അപ്പം അത്ര ഒരു വേജ് ഡിഫറൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ ഫ്രാങ്കി ഡിയോങ് തയ്യാറാണ്. അങ്ങനെ യുണൈറ്റഡിലോട്ട് വരാൻ പുള്ളിയും തയ്യാറ്, ബാർസ വിൽക്കാനും തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്രാങ്കി ഡിയോങ്ങിന് ഈ ഒരു വേജ് കട്ടൊക്കെ മേടിച്ച് അവിടെ തന്നെ നിന്നാൽ പോരെ, വേറെ ഏതെങ്കിലും പ്ലേയേഴ്സിനൊക്കെ വിറ്റ് ബാർസ ശരിയാക്കിക്കോളും കാര്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നില്ല ഫ്രാങ്കി ഡിയോങ്ങിനെ ഇങ്ങോട്ട് യുണൈറ്റഡ് കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും കാശ് സ്പെൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്, കാശ് ഒന്നാമതായി ഇല്ലടേ. അപ്പം അതൊക്കെയാണ് പ്രശ്നം. അപ്പം ലപ്പോട്ട രണ്ടും കൽപ്പിച്ചാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചന്നം മിന്നം കമൻസ് ആയിട്ടിടുക.